അങ്ങനെ സുകുമാരൻ നായർ സാറ് വീണ്ടും മൗത്ത് ഓപ്പൺ ചെയ്തു, വാ തുറന്നു. 66 വർഷമായിട്ട് ഇവിടെ ജനാധിപത്യമുണ്ട്, ഏവനടാ ഇവിടെ ജനാധിപത്യം ഇല്ലെന്ന് പറഞ്ഞു. പിടിയടാ അവനെ, പിടിച്ചു കെട്ടടാ അവനെ എന്ന് നമ്മുടെ ചുണക്കുട്ടികളായ കൊച്ചു പിള്ളേരടുത്ത് പറഞ്ഞാൽ അവൻ്റെ കിടുങ്ങാമണി അർത്തുപ്പിലിടും. ഗണേശനെ കുറിച്ച് പറഞ്ഞത് അവൻ്റെ അച്ഛൻ വലിയ ആളായിരിക്കും. അച്ഛൻ വലിയ ആളെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആനയുണ്ടായിരുന്നു എന്ന് വീട്ടിൽ ആനയുണ്ടായിരുന്നു പറഞ്ഞിട്ട് മോൻ എന്ത് തഴമ്പുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ആശാൻ ചോദിക്കുന്നത്. അദ്ദേഹം വല്ലപ്പോഴേ വാ തുറക്കത്തുള്ളൂ. പക്ഷെ ആരാ മോൻ? ഇന്നലെ തിരുവനന്തപുരത്ത് മന്നം മെമ്മോറിയൽ ഹാളിൽ വെച്ച് ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഗണേഷ് കുമാർ ഉള്ളതുകൊണ്ട് നായർ സമാജത്തിൻ്റെ സംരക്ഷണ സമിതിയോ അങ്ങനെ ഏതോ സമിതിയുടെ ഒരു പുസ്തക പ്രകാശനത്തിന് NSSൻ്റെ ഹാളിൽ വെച്ച് ഗണേഷ് വന്നു കഴിഞ്ഞാൽ അവിടെ സമരം നടക്കുമെന്ന് മറ്റ് ഒറിജിനൽ, അതായത് നായർ സർവീസ് സൊസൈറ്റിയിലെ NSSലെ ഔദ്യോഗിക സംഘം പറഞ്ഞതുകൊണ്ട് പരിപാടി മാറ്റി പ്രസ് ക്ലബ്ബിൽ വെച്ചു. അതിൻ്റെ ചൊരുക്കും കൂടെ ചേർത്ത് ഗണേഷ് വല്ലാതെ അടിച്ചു. 46 പേർക്കാണ് സുകുമാരൻ നായരുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുത്തിരിക്കുന്നത്. ബാലകൃഷ്ണപിള്ള ഒരാളിന് പോലും ജോലി കൊടുത്തിട്ടില്ല NSSൽ. ഇതൊക്കെയാണ് ഗണേഷിൻ്റെ വാദവും തർക്കവും, അല്ലെങ്കിൽ ഗണേഷ് ഉയർത്തിവിട്ടിരിക്കുന്ന വിവാദം. അവിടെ പ്രസിഡന്റിന് വരാൻ പറ്റില്ല, ഇന്ത്യൻ പ്രസിഡന്റ് വരാൻ പറ്റത്തില്ല, ഒരു മനുഷ്യന് വരാൻ പറ്റത്തില്ല, ഡൽഹി മോഡലുള്ള പാറ്റ സമരം ചെയ്യണം എന്നാണ് ഗണേഷ് പറഞ്ഞിരിക്കുന്നത്. NSSൻ്റെ ആസ്ഥാനത്തേക്ക് ഡൽഹി മോഡലുള്ള പാറ്റ സമരം ചെയ്യണം. അവിടെ പിന്നെ മന്നത്ത് ആചാര്യൻ്റെ അവിടേക്ക് പൂവിടാൻ സമ്മതിച്ചില്ലെങ്കിൽ റോഡിൽ നിന്ന് പൂ എറിഞ്ഞിട്ട് പോകണം. എന്തൊക്കെയാണ് ഗണേഷ് പറയുന്നത്? വളരെ രസകരമാണ്. ഡയറക്ടർ ബോർഡിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ ഓടി പൊളിച്ചിറങ്ങിയവനല്ല. അവിടെ ആരെങ്കിലും ചെന്നാൽ സുകുമാരൻ നായർ തലയും ചൊറിഞ്ഞിരിക്കും, ചായ പോലും കൊടുക്കത്തില്ല. സുരേഷ് ഗോപിയും ഇന്ത്യൻ വൈസ് പ്രസിഡന്റും CP രാധാകൃഷ്ണനൊക്കെ ചെല്ലാന്ന് പറഞ്ഞപ്പോൾ ചെല്ലണ്ട എന്ന് പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് വളരെ വലിയ ബഹളമാണ് ഇന്നലെ ഗണേഷ് ഉണ്ടാക്കിയത്. ഗണേഷ് ഉണ്ടാക്കിയ ഈ ബഹളത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ സുകുമാരൻ നായർ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. സുകുമാരൻ നായർ പറഞ്ഞു, അവൻ ചിന്ന പയ്യൻ പയല്, അവൻ എന്തെങ്കിലും പറയണമെന്ന് ഞാൻ മറുപടി പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ആര്, അവനാര്? ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമില്ലേ? ഞാൻ വളരെ വലിയൊരു പദവിയിലിരിക്കുന്ന ആൾ, അയാളൊരു ചിന്ന പയ്യൻ, എന്തിന് ഞാൻ അവന് മറുപടി പറയണം എന്നുള്ള നിലയിൽ സുകുമാരൻ നായർ അത് പുച്ഛമായിട്ട് കളഞ്ഞു. ഉണ്ടെങ്കിൽ അവൻ കേസ് കൊടുക്കട്ടെ, കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ, കോടതി കൊണ്ടുപോയി, അവിടെ ഞാൻ നോക്കിക്കോളാം. കേസൊക്കെ പുല്ലല്ലേ, ഇവിടെ നമുക്ക് വക്കീലന്മാർ കിടക്കല്ലേ, ജഡ്ജിമാർ വക്കീലന്മാരൊക്കെ ആവശ്യമുള്ളവർ NSSന് കിടക്കുമ്പോൾ പിന്നെ എന്തോന്ന് കേസ് ഇവിടെ? വളരെ കോൺഫിഡൻസോടുകൂടിയാണ് സുകുമാരൻ നായർ നിൽക്കുന്നത്. അതിനേക്കാൾ കോൺഫിഡൻസോടുകൂടിയാണ് നമ്മുടെ ഗണേശൻ നിൽക്കുന്നത്. എന്തായാലും ഒരു പൊരിഞ്ഞാടി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ BJPയുടെ ലൈനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി, CV ആനന്ദബോസും ഒക്കെ വെച്ചുകൊണ്ട് അവർ വേറൊരു സർക്കിളായി നിന്നുകൊണ്ട് ഡൽഹിയിലൊക്കെ സ്മാരകമൊക്കെ പണിത് അത് വേറൊരു ടീമായിട്ട് അവരുമുണ്ട്. അപ്പോൾ ഇവരും എല്ലാവരും കൂടി വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രസകരമാണ്, ഗുണകരമാണ്, മനോഹരമാണ്. എന്തായാലും ഗണേശും സുകുമാരൻ നായർ പോര് ഇനി അടുത്ത തലങ്ങളിലേക്ക് വളരും. ഗണേഷ് ആൾ മോശമല്ല, ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്. അദ്ദേഹം പണ്ടൊരു വാക്ക് പഞ്ചാബ് മോഡൽ സമരം വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്ന ആളാണ് ബാലകൃഷ്ണപിള്ള. എന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല. അതുപോലെ പാറ്റ മോഡൽ സമരം വേണമെന്ന് പിന്നെ ഗണേഷ് കുമാർ പറഞ്ഞു. പക്ഷേ ഗണേഷ് കുമാർ ഇപ്പോൾ മന്ത്രിയല്ല, അതുകൊണ്ട് വേറെ വിവാദങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ വലിയ വിവാദങ്ങൾ ഇതൊക്കെ ആയനെ. പക്ഷേ എന്തായാലും നല്ല തർക്കമാണ് നടക്കുന്നത്. NSSനെ ഇത് ശുദ്ധീകരിക്കുമോ അതോ വീണ്ടും തെരുവിലിട്ട് അലക്കുമോ എന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്തായാലും വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ഇടപാടാണ് സുകുമാരൻ നായർ ഭാഗത്തു നിന്ന് വരുന്നതും ഗണേഷിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതും. എന്തുകൊണ്ട് ഇത്രയും മന്നത്താചാര്യൻ ഉണ്ടാക്കിയ ഇത്രയും വലിയൊരു സംഘടന ചക്കളത്തെ പോരാട്ടം നടത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, ഒരു മതത്തിൻ്റെ മാത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അത് വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലൊക്കെ വലിയ പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന വളരെ മഹത്തായ ഒരു പ്രസ്ഥാനത്തെ മന്നത്ത് പത്മനാഭനാചാര്യൻ തുടങ്ങിയത്. പക്ഷേ അത് ഇപ്പോൾ ഇങ്ങനെ തമ്മിലടിക്കുന്ന, വഴക്കുണ്ടാക്കുന്ന, അവിടെ ആരെ കേറ്റണ്ട എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അധപ്പതിക്കുന്നു എന്നുള്ളത് കാലം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഹിന്ദു സമാജം ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.